ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗാജറിൻ്റെ ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ട് നല്ല സീസണിൽ നല്ല ചുമന്ന ഗാജറൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഗാജറിൻ്റെ ഹൽവ ഉണ്ടാക്കിയാലോ. ഇന്ന് കോയ ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോയ ഞാൻ റെഡിയാക്കില്ല, ആ കോയ ഇട്ടിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അതോ നിങ്ങൾക്ക് പുറത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കോയ റെഡിമെയ്ഡ് കിട്ടിയാലും നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 200 ഗ്രാം കോയ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാനിലിട്ട് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്താണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി സോഫ്റ്റ് ആയി കഴിയുമ്പോൾ മാറ്റിയതിന് ശേഷം നമുക്ക് ആ കടായിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചാണെങ്കിൽ ഉണക്കമുന്തിരി ഒരു ഹാൻഡ്ഫുളിൻ്റെ അത്ര നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ആയി കഴിയുമ്പോൾ നമുക്കതിനകത്താണെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ആയിട്ട് 1 kg ഉണ്ട് ഇത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നമുക്ക് അകത്തോട്ട് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ 500 ml പാൽ ഞാനാണെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് വേണം എടുക്കാനായിട്ട്. അത് ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ആഡ് ചെയ്താലും നമുക്ക് തിളച്ച പാലേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നെയ്യിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തൊന്ന് സോഫ്റ്റായി കിട്ടണം. ഇത് ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ ഈ പാലകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഒരു തള വന്ന് കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല നമ്മൾ കോയ ഇട്ടില്ലെങ്കിൽ നമുക്ക് കോയയുടെ കൂട്ട് തരിതരിപ്പ് പോലത്തെ ഇത് ടെക്സ്റ്റായി മാറും. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ. ഇതേ നന്നായിട്ട് ഒരു തള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് പാലൊക്കെ വറ്റിയൊന്ന് സോക്കായി വരണം കേട്ടോ. ഒത്തിരി മോയ്സ്ചർ വേണ്ട. നന്നായിട്ടൊന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കാക്കി കൊടുക്കാം. സൈഡിലൊക്കെ ആണെങ്കിൽ എത്ര എക്സ്ട്രാ മലായിയോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നതുകൊണ്ടായിരിക്കും തരിയത്തോടെ ഇച്ചിരി കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എത്ര ആയി കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. പഞ്ചസാര 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി മധുരം കഴിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ 160 ഗ്രാം വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ പിന്നെ ആകെ മധുരം പോലെ ആയിരിക്കും, കഴിക്കാൻ അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതേ പഞ്ചസാരയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതൊക്കെ ഒന്ന് വറ്റി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പാനിലൊക്കെ കോയൊക്കെ ഒട്ടിയിരിക്കുന്നില്ലായിരുന്നു, അതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതൊക്കെ നന്നായിട്ടൊന്ന് നെയ്യൊക്കെ അളന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അതാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും ജാതിക്കപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് പാകത്തിനായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നാൽ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഒത്തിരി ആവി കാരണം കൊണ്ട് അകത്തൊക്കെ അടിക്കൊക്കെ വെള്ളം ഊറിയിരിക്കുകയും ചെയ്യും, കഴിക്കാൻ പിന്നെ വെള്ളം ചവയ്ക്കുകയും ചെയ്യും. അത് കാരണം നമുക്കൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 1-2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. കോയ നമ്മൾ ഈ ലാസ്റ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ചെറിയ ചൂടുള്ളപ്പോൾ നമ്മൾ കോയ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര സിമ്പിളാണ് അല്ലേ കോയയിട്ട് ഗാജറിൻ്റെ ഹൽവ റെഡിയാക്കി എടുക്കാൻ. കല്യാണത്തിനൊക്കെ കിട്ടും. ഇവിടെയൊക്കെ കല്യാണ സമയം, ഈ സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ കല്യാണത്തിന് ഗാജറിൻ്റെ ഹൽവ തീർച്ചയായിട്ടും കാണും. അപ്പോൾ സെയിം അതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തേക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും